മക്കളെ കിഡു മാത്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഏരിയ എന്നുള്ള ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് സെഷനാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? പുറത്തൊന്നും പോകരുത് കേട്ടോ, കൊറോണയെ സൂക്ഷിക്കുക. അപ്പോൾ ട്രയാങ്കിൾ ഡിവിഷൻ എന്നുള്ളതാണ് നമ്മുടെ പാഠത്തിൻ്റെ ലാസ്റ്റ് പോർഷൻ വരുന്നത്. ഇതിൽ നമ്മൾ ട്രയാങ്കിളിനെ സംബന്ധിച്ചിട്ടുള്ള രണ്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്റ്റുകളാണ് പഠിക്കാൻ പോകുന്നത്. ഒരു ട്രയാങ്കിളിനെ നമ്മൾ വ്യത്യസ്തങ്ങളായ രണ്ട് രീതിയിൽ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഏരിയയ്ക്കും ഒക്കെ എന്ത് സംഭവിക്കുന്നു, അങ്ങനെ രണ്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രണ്ട് ഫാക്റ്റാണ് പഠിക്കുന്നത്. ഒന്നാമത്തെ കാര്യം നമുക്ക് നോക്കാം, ഓരോന്നോരോന്നായിട്ട് നമുക്ക് പറയാം. അപ്പോൾ ഒന്നാമത്തെ കാര്യം ഇതാണ്, നമ്മുടെ അടുത്തൊരു ട്രയാങ്കിൾ ഉണ്ട്. ഞാൻ ഇവിടെ കട്ടൗട്ടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, ഒരേപോലത്തെ ട്രയാങ്കിൾ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന പോലത്തെ. അപ്പോൾ പലതിനെ പറ്റി പറയുമ്പോൾ ഡിഫറെൻറ്റ് വലിപ്പമായി പോയി ഇങ്ങനത്തെ ഒരു വിഷമം വേണ്ട. അപ്പോൾ ഒരു ട്രയാങ്കിൾ, ഇങ്ങനത്തെ ഒരു ട്രയാങ്കിൾ ഉണ്ടെന്ന് വിചാരിക്കാം. ഇങ്ങനത്തെ ഒരു ട്രയാങ്കിൾ അവർ തന്നിട്ടുണ്ട്. ഈ ട്രയാങ്കിളിൻ്റെ ബേസ് 6 സെൻറ്റിമീറ്റർ ആണെന്നും ഇതിൻ്റെ ഹൈറ്റ് 4 സെൻറ്റിമീറ്റർ ആണെന്നും തന്നിട്ടുണ്ട്. നമുക്കിതിനെ എന്തെങ്കിലും പേര് വിളിക്കാം, PQR എന്ന് വിളിച്ചു. എന്തായിരിക്കും ഈ ട്രയാങ്കിൾ PQRൻ്റെ ഏരിയ എന്ന് നിങ്ങൾ കണ്ണടച്ച് പറയും അല്ലേ? എന്തായിരിക്കും ഏരിയ ഓഫ് ട്രയാങ്കിൾ PQR ഈക്വൽ ടു, എന്താണ് ഫോർമുല നമ്മുടെ? ഹാഫ് BH. കേട്ട് ചെയ്ത് ആരംഭിച്ചു. ഹാഫ് ഇൻറ്റു ബേസ് എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാണ്? 6 സെൻറ്റിമീറ്റർ ഇൻറ്റു ഹൈറ്റ് എത്രയാണ്? 4 സെൻറ്റിമീറ്റർ. ദാറ്റ് ഈസ് ഹാഫ് ഓഫ് 24. 24ൻ്റെ പകുതി എത്രയാണ്? 12 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇതാണ് എന്ത്? ഈ PQ എന്ന് പറയുന്നത് ഈ തന്നിരിക്കുന്ന 6 സെൻറ്റിമീറ്റർ ബേസും 4 സെൻറ്റിമീറ്റർ ഹൈറ്റും ഉള്ള ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ. നമ്മൾ ഇതിൽ പഠിക്കാൻ പോകുന്നത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആദ്യത്തെ ഫാക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ട്രയാങ്കിളിൻ്റെ സൈഡിനെ, നമ്മളിപ്പോൾ ഈ താഴത്തെ ബേസിനെ പകുതിക്ക് കട്ട് ചെയ്യുകയാണെന്ന് വിചാരിക്കും. ഈ PQ എന്ന് പറയുന്ന സൈഡിനെ പകുതിക്ക് കട്ട് ചെയ്താൽ ഇതിൻ്റെ ഏരിയയ്ക്കും എന്തെങ്കിലും അതുമായിട്ട് ബന്ധം വരുമോ? ഏരിയയും പകുതിയായി പോവോ, അതോ മുക്കാലായിരിക്കുമോ? ഇങ്ങനത്തെ എന്തെങ്കിലും റിലേഷൻ നമുക്ക് അതിൽ കണ്ടുപിടിക്കുവാൻ പറ്റുമോ എന്ന് അറിയാനാണ് ആദ്യത്തെ നമ്മുടെ ശ്രമം. അതായത് ഏതെങ്കിലും ഒരു വെർട്ടെക്സിൽ നിന്ന് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഏതെങ്കിലും ഒരു റേഷ്യോയിൽ വരയ്ക്കുന്ന ലൈനും ഏരിയയുമായിട്ട് എന്തെങ്കിലും ബന്ധം വരുമോ? നമ്മളിപ്പോൾ ഇതിനെ PQR എന്ന് വീണ്ടും വിളിച്ചു. നമുക്കറിയാമല്ലോ ഇത് 6 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഈ സൈഡിനെ PQ എന്ന് പറയുന്ന സൈഡിനെ ഹാഫായിട്ട് കട്ട് ചെയ്തു. ഹാഫ് എന്ന് പറഞ്ഞാൽ അപ്പോൾ എത്ര വരും? 3 സെൻറ്റിമീറ്റർ 3 സെൻറ്റിമീറ്റർ എന്ന് വരും അല്ലേ? ഈ ഹാഫായിട്ട് എവിടുന്ന കട്ട് ചെയ്യണേ? ഓപ്പോസിറ്റ് വെർട്ടെക്സ് ആയിട്ടുള്ള 6ൽ നിന്ന് നമ്മൾ ഇതിനെ ഹാഫായിട്ട് കട്ട് ചെയ്യാമെന്ന് വിചാരിക്കാം. അപ്പം എന്തുവരും? ഇങ്ങനൊരു ലൈൻ വരും. ചുരുക്കി പറഞ്ഞാൽ ട്രയാങ്കിൾ ഡിവിഷൻ സംഭവിച്ചു കേട്ടോ. ട്രയാങ്കിൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യപ്പെട്ടു. ഇതിന് നമുക്കൊരു പേര് കൊടുക്കാം, PQRS. ഇനി ഓൾറെഡി അവർ ഹൈറ്റ് നമുക്ക് തന്നിട്ടുണ്ട് ചോദ്യത്തിൽ. നമ്മുടെ ഈ ട്രയാങ്കിൾ തന്നെയാണ് കേട്ടോ, സെയിം ട്രയാങ്കിൾ തന്നെ. അപ്പോൾ ഹൈറ്റ് നമുക്ക് ഓൾറെഡി ഗീവൺ ആണ്. എത്രയാണെന്ന്? 4 സെൻറ്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് അറിയേണ്ടത്, നമ്മളിതിനെ പകുതിയായിട്ട് ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ മക്കളെ അർത്ഥം? പകുതി റേഷ്യോയിൽ നമ്മൾ എന്ത് പറയും? ഈ പകുതിനെ, അതായത് PS:SQ പകുതി ആക്കാന്ന് വെച്ചാൽ എന്താ? 3:3 ആക്കി. അതായത് എന്താ? 1:1 അല്ലേ? എന്തിനേയും പകുതി ആക്കാന്ന് വെച്ചാൽ എന്താ റേഷ്യോ വരാം? 1:1. 2 കഷ്ണത്തിൽ ഒരു കഷ്ണം, 1/2 എന്ന് പറയുന്നത് റേഷ്യോയിലാക്കി പറയുമ്പോൾ 1:1. അപ്പോൾ PS:SQ 1:1. ഇവർ തമ്മിലുള്ള റേഷ്യോ 1:1 ആണെങ്കിൽ ഏരിയകൾ തമ്മിൽ, അതായത് ഇപ്പോൾ രണ്ട് ട്രയാങ്കിൾ ഉണ്ടായിട്ടുണ്ടല്ലോ, PSRഉം SQR, ഇവർ തമ്മിൽ എന്തെങ്കിലും റേഷ്യോ ഉണ്ടോ? ഏരിയകൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അതാണ് നമ്മൾ നോക്കാൻ പോകുന്ന ആദ്യത്തെ കാര്യം. അതിന് വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് രണ്ടുപേരുടെ ഏരിയ കണ്ടുപിടിച്ച് നോക്കാം. നമ്മൾ ഏരിയ കണ്ടുപിടിക്കാൻ പോവാണ്. ഒന്നാമത്തത് ഏതാണ്? ഇൻ ട്രയാങ്കിൾ PSR ഈക്വൽ ടു എന്ത് വരും? ഇതുപോലെ തന്നെ ഹാഫ് BH. ഇവിടുത്തെ ബേസ് എന്താ? ഹാഫ് ഇൻറ്റു ബേസ് എന്താണ്? 3 സെൻറ്റിമീറ്റർ. പകുതിയായിട്ടല്ലേ ഡിവൈഡ് ചെയ്തത്, അതുകൊണ്ട് 3 സെൻറ്റിമീറ്റർ. ഹൈറ്റ് പിന്നെ മാറ്റമില്ല, എന്താണ്? 4 സെൻറ്റിമീറ്റർ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഓഫ് 12. അതായത് എന്ത് കിട്ടി? 6 സെൻറ്റിമീറ്റർ സ്ക്വയറിന് കിട്ടി. ഇനി നമുക്ക് അടുത്ത ട്രയാങ്കിൾ നോക്കാം, SQR. ഇനി അടുത്ത നമ്മൾ ഇൻ ട്രയാങ്കിൾ SQR, അതിൻ്റെ എന്താ ഏരിയ വരുന്നതെന്ന് നോക്കാം. അതിൻ്റെ അപ്പം നോക്കിയാൽ നമ്മളിപ്പോൾ ഇതൊരു ഒക്ടീവ്സ് ട്രയാങ്കിൾ ആണേ.
ഒബ്റ്റ്യൂസ് ട്രയാങ്കിളിന്റെ ആകുമ്പോൾ ഹൈറ്റ് എങ്ങനെയാ വരാ? നമ്മള് ഒബ്റ്റ്യൂസ് ട്രയാങ്കിളിന്റെ ഹൈറ്റ് എങ്ങനെ മെഷർ ചെയ്യും? ഇപ്പൊ ഈ നമ്മുടെ 6 എന്നുള്ള വെർട്ടെക്സിൽ നിന്ന് തന്നെ നമുക്ക് ഹൈറ്റ് എടുക്കണം എന്ന് വിചാരിക്കും. അപ്പൊ നമ്മൾ എങ്ങനെ എടുക്കാം? ഇവിടുന്ന് താഴേക്ക് പെർപെൻഡിക്കുലർ വരയ്ക്കും, എന്നിട്ട് ഇതുമായിട്ട് ജോയിൻ ചെയ്യും. എന്നിട്ട് ഇതിനെയാണ് നമ്മൾ ഹൈറ്റ് ആയിട്ട് എടുക്കുക, ഈ ഡിസ്റ്റൻസിനെ. അത് നമുക്ക് ഓൾറെഡി ഇവിടെ തന്നിട്ടുണ്ട്. നോക്കിയേ, ഇത് തന്നെയല്ലേ ഇവിടെ ഹൈറ്റ് ആയിട്ട് വരിക. അപ്പൊ എത്ര തന്നെ വരും? ഹൈറ്റ് എത്രയാ? 4 സെന്റിമീറ്റർ തന്നെയാണ് ഹൈറ്റ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ ഏരിയ കാണാം. ഏരിയ ഈക്വൽ ടു എത്രയാ വരാ? ഹാഫ് BH, ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു, ഇത് നമുക്ക് SQ അറിയാം എത്രയാണ്? 3 സെന്റിമീറ്റർ. ഹാഫ് ഇൻറ്റു 3 സെന്റിമീറ്റർ ഇൻറ്റു ഹൈറ്റ് എത്രയാണ്? 4, ദാറ്റ് ഈസ് ഹാഫ് ഓഫ് 12, ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി? 6 സെന്റിമീറ്റർ സ്ക്വയർ. അപ്പൊ അങ്ങനെയാണോ സംഭവിച്ചത്? എന്താ സംഭവിച്ചേ? എത്രയായിരുന്നു നമ്മുടെ ടോട്ടൽ ഏരിയ? 12 സെന്റിമീറ്റർ സ്ക്വയർ ആയിരുന്നു. അതിനെ നമ്മൾ ഈ PQ എന്ന് പറയുന്ന സൈഡിനെ നമ്മൾ പപ്പാതിയായിട്ട് വിഭജിച്ചപ്പോ ഏരിയ ഇപ്പൊ എന്തായിട്ട് മാറി? ഹാഫ് ആയിട്ട് മാറി. അതായത് when PQ is to PS is to SQ equal to 1:1 ആയപ്പോ എന്തായിട്ട് മാറി? ഏരിയ ഓഫ് PSR is to ഏരിയ ഓഫ് SQR, ട്രയാങ്കിൾ SQR ഈക്വൽ ടു അത് തന്നെ. അതും എത്രയാണ്? 6:6, അതായത് 1:1. അപ്പൊ ഈ ഓപ്പോസിറ്റ് വെർട്ടെക്സിൽ നിന്നുള്ള ഈ സൈഡിനെ 1:1 റേഷ്യോയിൽ കട്ട് ചെയ്തപ്പോൾ ഏരിയയും കൃത്യം പപ്പാതിയായി. അതിനിപ്പോ പാതിയായിട്ട് കട്ട് ചെയ്തുകൊണ്ടാണോ ഇങ്ങനെ സംഭവിച്ചതെന്ന് അറിയണ്ടേ? എപ്പോഴും ഇങ്ങനെ സംഭവിക്കുമോ? നമുക്ക് എപ്പോഴും സംശയം ഉണ്ടാവണമല്ലോ. സംശയം ഉണ്ടെങ്കിലല്ലേ നമുക്കൊരു തീരുമാനത്തിലേക്കൊക്കെ പിന്നീട് ചിന്തിച്ചെത്താൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ വേറൊരു ട്രയാങ്കിൾ, അപ്പൊ ഇപ്പൊ ഈ ട്രയാങ്കിളിൽ നമ്മൾ നോക്കിയപ്പോ ഓപ്പോസിറ്റ് വെർട്ടെക്സിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിനെ ഏത് റേഷ്യോയിൽ കട്ട് ചെയ്യണോ ആ റേഷ്യോയിൽ തന്നെ ഏരിയയും കട്ടാവുമെന്ന് കിട്ടി. ഇതിനി ഏത് കേസിലും സംഭവിക്കുമെന്ന് അറിയാൻ വേണ്ടി നമ്മൾ ഈ ട്രയാങ്കിളിനെ തന്നെ വേറൊരു റേഷ്യോയിൽ കട്ട് ചെയ്ത് നോക്കാൻ പോവാണ്. ഏത് റേഷ്യോയിൽ കട്ട് ചെയ്യണം നിങ്ങൾ പറഞ്ഞോ? ടെക്സ്റ്റ് തന്നിരിക്കുന്നത് 2:4 റേഷ്യോയിൽ കട്ട് ചെയ്യാനാണ്. 2:4 എന്ന് വെച്ചാൽ എത്രയാണ്? അതായത് 6നെ 2 4 കട്ട് ചെയ്യുക. അപ്പൊ ഇതിനെ ചെറുതാക്കുമ്പോൾ എന്ത് കിട്ടും? 1:2 റേഷ്യോയിൽ കിട്ടും അല്ലേ? 2 വെച്ചിട്ട് നമുക്കറിയാമല്ലോ, റേഷ്യോ എപ്പോഴും നമ്മൾ സിംപ്ലസ്റ്റ് ഫോമിലല്ലേ പറയുള്ളൂ. എല്ലാം ഡിവൈഡ് ചെയ്തതിനെ ഒന്നും കോമൺ ഫാക്ടർ ഉണ്ടാവാൻ പാടില്ല. അപ്പൊ 2ഉം 4ഉം എടുത്തു കഴിഞ്ഞാൽ 2നെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പൊ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് സിംപ്ലസ്റ്റ് ഫോം 1:2. അപ്പൊ 1:2 റേഷ്യോയിൽ ഇതിനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏരിയയും അതുപോലെ കട്ടാവുമോ നോക്കാം. എന്നിട്ട് നമുക്കൊരു തീരുമാനത്തിലേക്ക് എത്തിയാൽ മതി. ഇത് മാത്രം നോക്കി എത്തണ്ട. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഈ ആദ്യം എഴുതിയ പോർഷൻ മായ്ക്കാണ് കേട്ടോ. അവിടെ ഇതവിടെ നിന്നോട്ടെ. അയ്യോ, ട്രയാങ്കിൾ മായ്ക്കണ്ടായിരുന്നു അല്ലേ? അല്ല, ഇടയ്ക്ക് അങ്ങനെ അബദ്ധങ്ങളൊക്കെ പറ്റണമല്ല. നമ്മൾ വീണ്ടും വരയ്ക്കാണ് നമ്മുടെ ട്രയാങ്കിൾ. എന്തേ നമ്മുടെ ബ്ലാക്ക് പെൻ പോയാ? കാണാനില്ലല്ലോ. തെളിയില്ല. നമ്മുടെ ബ്ലാക്ക് പെന്നിനാണ് വരച്ചത്. ഈ ട്രയാങ്കിൾ തന്നെയാന്ന് തോന്നിക്കാൻ വേണ്ടിയിട്ടാട്ടോ കട്ടൗട്ടൊക്കെ ആയിട്ട് വെച്ച് വരയ്ക്കണേ. അല്ലെങ്കിൽ ചിലപ്പോൾ രണ്ടും തമ്മിൽ ഒരു ബന്ധമില്ലാത്തതൊന്നും. അപ്പൊ നമ്മുടെ ഇത് 6 സെന്റിമീറ്റർ, ഇത് നമ്മുടെ 4 സെന്റിമീറ്റർ. നമ്മൾ ഈ ട്രയാങ്കിളിനെ ഏത് റേഷ്യോയിലാണ് ഇനി കട്ട് ചെയ്യാൻ പോണത്? 2:4. അതായത് 6നെ ഇവിടുന്ന് 2 സെന്റിമീറ്റർ എടുക്കും, ബാക്കി 4 സെന്റിമീറ്റർ എടുക്കും. അങ്ങനെ കട്ട് ചെയ്യാൻ പോകണം. അപ്പൊ ഇത് 2 സെന്റിമീറ്റർ ആണ്, ഇത് 4 സെന്റിമീറ്റർ ആണെന്ന് എടുക്കാം. അങ്ങനെ നമ്മൾ കട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് വീണ്ടും 2 ട്രയാങ്കിൾ കിട്ടി. PQRS എന്നുള്ള ട്രയാങ്കിൾ. ഇവിടെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഏരിയ കണ്ടുപിടിക്കാൻ പോവുക. ഏരിയ നമുക്ക് ടോട്ടൽ PQR എന്നുള്ളതിൻ്റെ ഏരിയ 12 ആണെന്നറിയാം. ഇനി ഈ ഓരോ ട്രയാങ്കിളിൻ്റെ എടുത്ത് നോക്കാം. അപ്പം ആദ്യത്തെ ട്രയാങ്കിൾ എന്താണ്? ഇൻ ട്രയാങ്കിൾ PSR ഏരിയ ഈക്വൽ ടു എന്ത് കിട്ടും? ഹാഫ് ഓഫ് BH,
ദാറ്റ് ഈസ് ഹാഫ് ഓഫ് എന്താണ് ഇവിടുത്തെ ബേസ് 2 4 അല്ലേ നമ്മൾ ഈ 6 ഡിവൈഡ് ചെയ്തേക്കണം. അപ്പോൾ ഇവിടെ ബേസ് 2 സെന്റിമീറ്റർ ഇൻറ്റു ഹൈറ്റ് നമുക്കറിയാലോ 4 സെന്റിമീറ്റർ ഗീവൺ ആണ്. അപ്പോൾ 4 സെന്റിമീറ്റർ ദാറ്റ് ഈസ് ഈക്വൽ എന്ത് വന്നു 4 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് വന്നു. ഈ 2ഉം 2ഉം വെട്ടിപ്പോവില്ലേ, അങ്ങനെയാണ് കേട്ടോ. 4 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് വന്നു. ഇനി നമ്മൾ ആ രണ്ടാമത്തെ ട്രയാങ്കിൾ എടുക്കാൻ പോകും. ഏതാണ്? ഇൻ ട്രയാങ്കിൾ RSQ എന്നുള്ള ട്രയാങ്കിൾ എടുത്തു. അപ്പൊ എന്ത് കിട്ടും? ഏരിയ ഈക്വൽ ടു നോക്കിക്കേ ഹാഫ് BH. ഉറക്കത്തിൽ പോലും ഇനി ഫോർമുല തെറ്റില്ല അല്ലെ, അതുമാതിരി കേട്ടു. ഹാഫ് BH ഓക്കെ. അപ്പൊ ഹാഫ് BH എടുത്തു. അവിടെ ബേസ് എത്രയാണ്? 4. ഹൈറ്റ് എത്രയാ? ഒരു ട്രയാങ്കിളിന്റെ ഒരു ബേസ് വെച്ചിട്ട് PQ എന്നുള്ള ബേസ് വെച്ചിട്ട് ഹൈറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന് മാറ്റം ഉണ്ടാവില്ല കേട്ടോ. ഇതിനെ നിങ്ങൾ എത്ര 100 കഷ്ണമായിട്ട് ഈ ട്രയാങ്കിളിൽ ഇതിങ്ങനെ ഇങ്ങനെ തിരിച്ചാലും, വെർട്ടെക്സ് മാറരുത്, ഇങ്ങനെ തിരിച്ചാലും എല്ലാത്തിനും സെയിം ഹൈറ്റ് തന്നെയായിരിക്കും. അത് മക്കൾ മനസ്സിൽ ഉറപ്പിച്ചു വെച്ചോ. ഒരു ബേസ് വെച്ചിട്ട് ബേസ് മാറ്റി കഴിഞ്ഞാൽ മാറുവേ. PQ എന്നുള്ള നിങ്ങൾ RQ വെച്ചിട്ട് തിരിക്കുമ്പോൾ ഹൈറ്റ് വ്യത്യാസം വരും. അതേസമയം PQ വെച്ചിട്ട് നിങ്ങൾ എത്ര കഷ്ണങ്ങളാക്കിയാലും ഈ R എന്നുള്ള വെർട്ടെക്സിൽ നിന്ന് എത്ര കഷ്ണങ്ങളാക്കിയാലും സെയിം ഹൈറ്റ് തന്നെയായിരിക്കും. അത് മനസ്സിലുറപ്പിക്കും. അപ്പോൾ 4 സെന്റിമീറ്റർ വരും. 4 സെന്റിമീറ്റർ ഇൻറ്റു ഹൈറ്റും 4 സെന്റിമീറ്റർ. അപ്പോൾ നോക്കിയാൽ ഈ 2 ഇത് 4 നമ്മൾ വെട്ടാം. ദാറ്റ് ഈസ് എന്ത് വന്നു 8 സെന്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ നോക്കിയേ ടോട്ടൽ ചെയ്യുമ്പം 8 + 4 12. റേഷ്യോ നോക്കിക്കേ, റേഷ്യോ എന്തായിരുന്നു നമ്മുടെ PS:SQ. ഈ വശങ്ങൾ തമ്മിലുള്ള റേഷ്യോ എന്തായിരുന്നു 1:2 ആയിരുന്നു. വിച്ച് ഇംപ്ലൈസ് എന്ത് കിട്ടി നമുക്ക്? ഏരിയ തമ്മിലുള്ള റേഷ്യോ അത് തന്നെയാണോ നോക്കാം. ഏരിയ ഓഫ് ട്രയാങ്കിൾ PSR ഈസ് ടു ഏതാണ് അടുത്ത ട്രയാങ്കിള്? ഏരിയ ഓഫ് ട്രയാങ്കിൾ S അല്ലെങ്കിൽ RSQ ഈക്വൽ ടു എന്താ പറയുന്നത് നമുക്ക് 4ഉം 8. അതായത് 4:8. 4ഉം 8 നമുക്ക് ഇനിയും ചെറുതാക്കാമല്ലോ. ഏത് വാല്യൂ വെച്ചിട്ട് ചെറുതാക്കാൻ പറ്റുക? 4 വെച്ച് 2നെ ഡിവൈഡ് ചെയ്യാം അല്ലേ. അപ്പൊ എന്ത് കിട്ടി? 1:2. അപ്പൊ സൈഡ്സിനെ നമ്മൾ 1:2 റേഷ്യോയിൽ കട്ട് ചെയ്തപ്പോൾ ഏരിയയും ഏത് റേഷ്യോയിൽ തന്നെയാണ്? 1:2 റേഷ്യോയിൽ. അതാണ് ട്രയാങ്കിൾ ഡിവിഷന്റെ ആദ്യത്തെ പ്രോപ്പർട്ടി. ഇൻട്രസ്റ്റിംഗ് അല്ലേ? ഏതെങ്കിലും ഒരു ട്രയാങ്കിളിനെ ഓപ്പോസിറ്റ് വെർട്ടെക്സിൽ നിന്ന് ഏത് റേഷ്യോയിലാണോ നമ്മൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിനെ കട്ട് ചെയ്യുന്നത് അതേ റേഷ്യോയിൽ തന്നെ ഏരിയയും കട്ടാവും എപ്പോഴും, ഏത് ട്രയാങ്കിൾ എടുത്താലും. അത്ഭുതമായിട്ട് തോന്നല്ലേ? തോന്നല്ല? നിങ്ങൾക്ക് മാത്സ് അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ടായിരിക്കും. മാത്സ് ഇഷ്ടമുള്ളവർക്ക് തോന്നും. അപ്പോൾ അതാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ഏത് പേജ് നമ്പറിൽ പറയണേ? പേജ് നമ്പർ 17 പറയുന്ന പ്രോപ്പർട്ടി അതാണ്. എന്താണ് പറഞ്ഞേക്കുന്നത്? എ ലൈൻ ഫ്രം എ വെർട്ടെക്സ്, എ ലൈൻ ഫ്രം ദ വെർട്ടെക്സ് ഓഫ് എ ട്രയാങ്കിൾ divides the length of the opposite side and area of the triangle in the same ratio. അതായത് എന്താ നമ്മുടെ കണ്ടെത്തല്? അപ്പൊ എന്താ നമ്മുടെ ഫസ്റ്റ് ട്രയാങ്കിൾ ഡിവിഷനിലെ ഫസ്റ്റ് കണ്ടുപിടുത്തം എന്താണ്? എ ലൈൻ ഫ്രം ദ വെർട്ടെക്സ് ഓഫ് എ ട്രയാങ്കിൾ. ഏതെങ്കിലും ഒരു ട്രയാങ്കിളിന്റെ ഒരു വെർട്ടെക്സിൽ നിന്നും, നമ്മുടെ C ആണെങ്കിൽ ഈ സിയിൽ നിന്നും divides the length of the opposite side and area. ഓപ്പോസിറ്റ് സൈഡിന്റെ ലെങ്തിനെയും ഏരിയയും ഒരേ റേഷ്യോയിൽ കട്ട് ചെയ്യും. divides the length of the opposite side and area of the triangle in same ratio. അതായത് ഇവിടുന്ന് ഇങ്ങോട്ട് വരച്ചാൽ A B C D. ഈ AD BC ഏത് റേഷ്യോയിൽ കട്ടായിരിക്കും? അപ്പോൾ ഇത് 1:8 ആണെങ്കിൽ ഏരിയയും ഏത് റേഷ്യോ
റേഷ്യോയിൽ കട്ടായിട്ടുണ്ടാവും? 1:8 റേഷ്യോയിൽ കട്ടായിട്ടുണ്ടാവും എന്നർത്ഥം. അതാണ് ഫസ്റ്റ് പ്രോപ്പർട്ടി പറയുന്നത്. ഇനി രണ്ടാമത്തെ പ്രോപ്പർട്ടി, രണ്ടാമതും ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ് പറയണത്. അത് പക്ഷേ സൈഡ് വെച്ചിട്ടല്ല, ആംഗിൾ ബൈസെക്ടറാണ് ഉപയോഗിക്കുന്നത്. ആംഗിൾ ബൈസെക്ടർ അത് എന്ത് ചെയ്യുക? ആംഗിൾ ബൈസെക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രയാങ്കിൾ എടുക്കാം, ഏതെങ്കിലും ഒരു ട്രയാങ്കിൾ. അതിൻ്റെ നമ്മളിങ്ങനെ ഒരു ട്രയാങ്കിൾ ഒരു വലുതാക്കി വരയ്ക്കണം. ഒരു ട്രയാങ്കിൾ പേര് കൊടുക്കും. നമ്മൾ മുമ്പേ പീക്കുകാറില്ലായിരുന്നു, മാറ്റി കൊടുക്കാം. ABC, നമ്മുടെ സാധാരണ ABC ട്രയാങ്കിൾ എടുത്തു. ABC എന്നുള്ള ട്രയാങ്കിൾ എടുത്തു. ഇതിലേതെങ്കിലും ഒരു ആംഗിളിൻ്റെ ബൈസെക്ടർ, ആംഗിൾ ബൈസെക്ടർ എന്ന് വെച്ചാൽ എന്താ? ആംഗിളിനെ തുല്യമായിട്ട്. ലൈനിൻ്റെ ബൈസെക്ടർ എന്ന് വെച്ചാൽ എന്താ? ലൈനിനെ കൃത്യം പകുതി പകുതി ആക്കുന്നത്. അപ്പം ആംഗിളിൻ്റെ ബൈസെക്ടർ എന്ന് വെച്ചാൽ എന്താ? ആംഗിളിനെ തുല്യമായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഏത് വശത്തിൻ്റെ വേണമെങ്കിലും എടുക്കാം, ഏത് വർട്ടെക്സിനെ വേണമെങ്കിലും എടുക്കാം. ഇന്നത് സീനെ മാത്രം എടുക്കാൻ പാടുള്ളൂ എന്നൊന്നുമില്ല. നമ്മൾ പിന്നെ ഈ സി മോളിൽ കിടക്കണോണ്ട് സൗകര്യത്തിന് സി വെച്ച് പറയണമെന്നുള്ളൂ. അപ്പോൾ സി എന്ന് പറയുന്ന ആംഗിളിൻ്റെ ബൈസെക്ടർ എടുക്കാം. അതായത് ഇപ്പോൾ സി ഇപ്പോൾ 50 ഡിഗ്രി ആണെങ്കിൽ നമ്മൾ എന്തായിട്ട് എടുക്കും? 25 എന്ന് എടുക്കും, ആയിട്ട് ഡിവൈഡ് ചെയ്യും. അതല്ല സി 60 ഡിഗ്രി ആണെങ്കിൽ നമ്മൾ അതിനെ 30 എന്നാക്കും. സി 100 ആണെങ്കിൽ നമ്മൾ അതിനെ 50 എന്നായിട്ട് ഡിവൈഡ് ചെയ്യും. അതാണ് ആംഗിൾ ബൈസെക്ടർ. അങ്ങനെ ഒരു ആംഗിൾ ബൈസെക്ടർ നമ്മൾ സിയിൽ നിന്ന് വരയ്ക്കുകയാണ്. അപ്പോൾ ഇവിടെ ആംഗിൾ വെച്ചാൽ തിരിക്കണം. അപ്പോൾ കൃത്യം ഇങ്ങനെ ഇവിടെ വന്ന് മുട്ടണമെന്നൊന്നുമില്ല. ഇവിടെ എത്രയാണോ, ഇപ്പോൾ ഇത് 30 ആണെങ്കിൽ ഇതും 30 വരണം. അല്ലാതെ ഇവിടെ 90 ഡിഗ്രി വരണമെന്ന് നിർബന്ധമില്ല കേട്ടോ. ഇവിടെ നിന്ന് ആംഗിൾ ബൈസെക്ട് ചെയ്ത് വരുന്ന ഇത് എത്രയാണോ അത് ആദ്യം നീട്ടി വരയ്ക്കുമ്പോൾ കിട്ടുന്ന ലൈനായിരിക്കും ഇവിടെ വന്ന് മുട്ടാം. അപ്പം അങ്ങനെ ഒരു ആംഗിൾ ബൈസെക്ടർ ഉണ്ട്. അപ്പം നമുക്കിതിപ്പം നമ്മൾ ജസ്റ്റ് നമ്മൾ പറഞ്ഞത് 60 എങ്ങനെയാണെന്ന് അറിയില്ല, എത്രയോ ഡിഗ്രി. അപ്പം ആ ഡിഗ്രി വെച്ച് നമ്മൾ ഇതിനെ ബൈസെക്ട് ചെയ്യുമ്പോൾ ഈ എയും ബിയും കട്ടാകുന്നതിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ഇതാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ടെക്സ്റ്റിൽ നമുക്കൊരു എക്സാമ്പിൾ അവർ തന്നിട്ടുണ്ട്. എന്താണ്? ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ആ ട്രയാങ്കിളിൻ്റെ പ്രത്യേകത ഇങ്ങനെയാണ്, മെഷേഴ്സ് ഇങ്ങനെയാണ്. ഇത് 6 സെൻറ്റിമീറ്റർ, ഇത് 4 സെൻറ്റിമീറ്റർ, ഇത് 5 സെൻറ്റിമീറ്റർ. ഈ ABC, ഈ ഡി, CD എന്ന് പറയുന്നത് ആരാണ്? CD ഈസ് ദ ആംഗിൾ ബൈസെക്ടർ ഓഫ് C. ബൈസെക്ടർ ഓഫ് ആംഗിൾ C. ആംഗിൾ സിയുടെ ബൈസെക്ടർ ആണ് ഈ CD. നമുക്കറിയേണ്ടത് അങ്ങനെ CD ഈ വരച്ചല്ലോ, വരച്ചപ്പോൾ AB എന്നുള്ള ലൈനിനെ AD എന്നും DB എന്നും കട്ടായിരിക്കും. ഇപ്പോൾ ഇവരും ഈ CD ബൈസെക്ടർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉണ്ടാകുന്നത് തമ്മിൽ എന്തെങ്കിലും ബന്ധം നമുക്കിവിടെ കണ്ടെത്താൻ പറ്റുമോ? അതാണ് നമുക്ക് അറിയണ്ടേ. അങ്ങനെ ഒരു ഇൻട്രസ്റ്റിംഗ് റിസൾട്ട് ഉണ്ട്. അതെന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ പോവാം. അപ്പം നമ്മൾ സാധാരണ പറയണ പോലെ തന്നെ നമുക്ക് എന്ത് പറയാം, ഇവിടെ കുറച്ച് പ്രത്യേകത എന്താ, നമുക്കിത് എത്ര വെച്ചാൽ ഡിവൈഡ് ചെയ്യണമെന്ന് അറിയില്ല. ഞാൻ പറഞ്ഞു ABനെ കൃത്യം നടുക്ക് വെച്ചിട്ടൊന്നും ആവണമെന്നില്ല ഡിവൈഡ് ചെയ്യണേ, നമുക്കൊന്നും പറയാൻ പറ്റില്ല, ഒന്നും അറിഞ്ഞൂടെ. ഇപ്പം നമുക്ക് ഇതെത്രയാണെന്ന് അറിഞ്ഞാലോ ഇതെത്രയാണെന്ന് പറയാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ അതും അറിയില്ല. ഇനി നമുക്കറിയാവുന്ന എന്താ, ACയുടെ നീളം 4 സെൻറ്റിമീറ്റർ ആണെന്നും BCയുടെ നീളം 5 സെൻറ്റിമീറ്റർ ആണെന്നും ഇപ്പോൾ നമുക്ക് അറിയണ കാര്യം. അത് അറിയാവുന്നത് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ അറിയാത്ത കാര്യം കണക്കിൽ സോൾവ് ചെയ്യുക, അങ്ങനെയല്ലേ. അപ്പോൾ അറിയാവുന്നതിൽ നിന്ന് തുടങ്ങാം. അതായത് നമ്മൾ ഈ ACD എന്നുള്ള ട്രയാങ്കിൾ എടുത്തിട്ട് അതിന് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കും. ACയിൽ നിന്ന് ഈ ഡിയിലേക്ക് ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാം. ഓക്കെ, അതായത് നമ്മൾ ബേസ് AC ആയിട്ടാണ് അതിൻ്റെ ഏരിയ കാണാൻ പോകുന്നത്. AC ബേസ് ആയിട്ട് എടുത്തുകൊണ്ട് ഏരിയ കാണണമെങ്കിൽ എന്ത് വേണം? ACയിൽ നിന്ന് ഓപ്പോസിറ്റ് വെർട്ടെക്സിലേക്ക് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വേണ്ടേ? അപ്പോൾ വരച്ചു. പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണെങ്കിൽ പെർപെൻഡിക്കുലർ വേണം, ഹൈറ്റ് കിട്ടാൻ വേണ്ടി. അപ്പോൾ നമ്മൾ പെർപെൻഡിക്കുലർ വരച്ചത് 90 ഡിഗ്രി. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, അടുത്ത ട്രയാങ്കിൾ BDC എടുത്തു. അതിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് എന്ത് വരയ്ക്കും, ഇതിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കും. ഏതിലേക്ക്? ഈ CDയിൽ നിന്ന് ഓപ്പോസിറ്റ് വെർട്ടെക്സിലേക്ക്. എന്തിനു വേണ്ടിയിട്ടാ? ഹൈറ്റ് കിട്ടാൻ വേണ്ടി. CD ബേസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ CD എന്ന് പറയുന്ന ലൈനിൽ നിന്നല്ലേ ഓപ്പോസിറ്റ് വെർട്ടെക്സിലേക്ക് പെർപെൻഡിക്കുലർ വരയ്ക്കണ്ടേ. അപ്പം നമുക്ക് ഇവിടെയും കിട്ടി ഒരു ആംഗിൾ. ഇനി നമുക്ക് അറിയേണ്ട ഇവരുടെ ഏരിയ എത്രയാണെന്നാണ്.
അപ്പൊ ഏരിയ കണ്ടുപിടിക്കാൻ പോകുമ്പോൾ നമുക്ക് ഇവിടെ ഹൈറ്റിന് എന്തെങ്കിലും പേര് കൊടുക്കണമല്ലോ. ഇപ്പൊ രണ്ട് ട്രയാങ്കിൾ വന്ന കാരണം കൺഫ്യൂഷൻ വരണ്ട. അതുകൊണ്ട് നമുക്ക് ഇതിനെ ഒരെണ്ണത്തിനെ നമ്മൾ H1 എന്ന് വിളിച്ചു, മറ്റതിനെ H2 എന്ന് വിളിച്ചു എന്ന് വിചാരിക്കാം. H1 ഉം H2. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യത്തെ ട്രയാങ്കിൾ എടുത്തു കേട്ടോ. ഏരിയ ഓഫ് ട്രയാങ്കിൾ ADC. ആദ്യത്തെ ട്രയാങ്കിൾ ADCയുടെ ഏരിയ എന്ത് വരും? ബേസ് ഏതാ നമ്മൾ എടുത്തിരിക്കുന്നത്? AC. അപ്പൊ ഹൈറ്റ് എങ്ങനെയാ വരുന്നത്? H1 ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഓഫ് AC ഇൻറ്റു H1. അതായത് AC എന്ന് പറഞ്ഞാൽ ബേസ് അല്ലേ? ബേസ് AC എത്രയാണ്? 4 സെന്റിമീറ്റർ ഇൻറ്റു H1. അതിനെ അവിടെ നിർത്താം നമുക്ക്. അടുത്തത് ഇത് പിന്നെയൊന്നും കൂടുതൽ ചെയ്യാൻ പറ്റില്ല. വേണം 4നെ ഡിവൈഡ് ചെയ്യാം. പക്ഷെ നമുക്ക് തൽക്കാലം അതങ്ങനെ നിൽക്കട്ടെ. തൽക്കാലം ഡിവൈഡ് ചെയ്യണ്ട. ഏരിയ ഓഫ് ട്രയാങ്കിൾ BCD എടുത്തു. അവിടെ എത്രയാ? ഏതാ ബേസ് ആയിട്ട് എടുക്കണേ? ഹാഫ് BH ആണ് ഫോർമുല. അതായത് ഹാഫ് ഇൻറ്റു ഇവിടുത്തെ ബേസ് ഏതാ? BC ഇൻറ്റു ഹൈറ്റ് എത്രയാ? H2 ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഇവിടുത്തെ BCയുടെ നീളം നമുക്കറിയാം 5 സെന്റിമീറ്റർ ഇൻറ്റു H2. നമുക്ക് ഇതിനെ ഇക്വേഷൻ 1 എന്ന് വിളിക്കാം, കാരണം ഇത് നമുക്ക് പിന്നീട് ആവശ്യം വരില്ല. ഇനി നമുക്ക് ഇതിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ എന്ത് വേണം? H1 ഉം H2 ഉം അറിയണം. എന്നാലും നമുക്ക് ഇനി ഫർദർ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഈ H1നെയും H2നെയും കണ്ടുപിടിക്കാനുള്ള ശ്രമം നടത്താൻ പോവാം. അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ഈ ട്രയാങ്കിളുകൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ, ഇവർ വല്ല കോൺഗ്രുവൻ ട്രയാങ്കിളോ ഈക്വൽ ട്രയാങ്കിളോ അങ്ങനെ എന്തെങ്കിലും ആണെന്ന് പറയാൻ പറ്റുമോ? അങ്ങനെയൊക്കെ ആണെങ്കിലും നമുക്ക് H1നെ H2നെ പറ്റി എന്തെങ്കിലും പറയാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ട്രയാങ്കിളിന് വേണത് ഇങ്ങനെ എടുക്കാം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ എടുക്കാം? അല്ലെങ്കിൽ ഇവിടെ ഒരു പേര് കൊടുക്കാം. ഇതിന് നമ്മൾ E എന്ന് പേര് കൊടുത്തു, ഇതിന് നമ്മൾ F എന്ന് പേര് കൊടുത്തു. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ADE എടുക്കാം. ADE എടുത്തു കഴിഞ്ഞാൽ എന്താ പ്രശ്നം? ഒരു വശത്തിൻ്റെ നീളം അറിയില്ല അല്ലേ? ADE എടുത്തു കഴിഞ്ഞാൽ ഒരു വശത്തിൻ്റെ നീളം പറയാൻ പറ്റുന്നില്ല. H1 അറിയാൻ പാടില്ല, AD എത്രയാണെന്ന് അറിയാൻ പാടില്ല, AE കൃത്യം 4 സെന്റിമീറ്റർ എങ്ങനെയാണ് മുറിച്ചേക്കണേന്ന് അറിയാൻ പാടില്ല. അപ്പം നമ്മൾ ഉപകാരമില്ലാത്ത കാര്യം ചെയ്യാൻ പോണോ? അത് വേണ്ട. അപ്പോൾ നമ്മൾ അത് വിട്ടു, ആ ഭാഗം എടുക്കില്ല. നമുക്ക് സ്വാഭാവികമായിട്ട് തോന്നാം എന്താ ഇങ്ങനെ മിസ് എന്താ അങ്ങനെ എടുത്തേ, ഇങ്ങനെ എടുക്കാൻ പാടില്ല. ചിന്തിക്കണം, തീർച്ചയായിട്ടും ചിന്തിക്കണം. എന്തുകൊണ്ട് എടുത്തില്ല എന്ന് ചിന്തിക്കണം. കാരണം എന്താ? നമുക്ക് ആവശ്യമുള്ള ഒരു കാര്യം സോൾവ് ചെയ്യാൻ ആവശ്യമുള്ളതൊന്നും അവിടെ ഇല്ല. അതുകൊണ്ട് നമ്മളത് എടുക്കണില്ല. പകരം നമ്മൾ ആരെ എടുക്കാൻ പോകുന്നത്? കൺസിഡർ ട്രയാങ്കിൾസ്. ഏത് ട്രയാങ്കിൾ എടുക്കണോ? EDC. മുകളിലേക്കുള്ളതാണ് എടുത്തത്, താഴേക്കുള്ളതിനെ വിട്ട് കളഞ്ഞു കേട്ടോ. EDC ആൻഡ് എന്താണ്? FDC. ട്രയാങ്കിൾ FDC. അപ്പൊ നിങ്ങൾ ചോദിക്കാൻ എന്താ മിസ്സേ, അപ്പൊ അതിനെന്താ പ്രത്യേകത? അതിന് കുറച്ച് പ്രത്യേകതയുണ്ട്. ഈ ആംഗിൾ അറിയാലോ ഈക്വൽ ആണെന്ന്, പിന്നെ ഇത് പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് ഇതും അറിയാലോ. അല്ല, എന്താണ്ടൊക്കെ പ്രത്യേകത അവിടെ കാണുന്നുണ്ട്. ഇതെടുത്തിട്ട് ഒന്നും കാണില്ല. ഈ 90 ഡിഗ്രി ആണെന്ന് അറിയാവുന്നല്ലാണ്ട് വേറെ ഒന്നും കാണാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് അതെടുത്തില്ല. അതെടുത്ത് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ വേണ്ട ചെയ്ത് നോക്കിയോ, ടെൻഷനുമല്ല. അപ്പം നമുക്ക് അപ്പോഴും ഇത് കിട്ടണമെങ്കിൽ പിന്നെ ഇതൊക്കെ സോൾവ് ചെയ്തിട്ടൊക്കെ വേണം. അതുകൊണ്ട് നമുക്ക് ഇതെടുക്കാൻ എളുപ്പം. അപ്പം ആദ്യത്തെ ട്രയാങ്കിൾ എടുക്കാം കേട്ടോ. ഈ രണ്ട് ട്രയാങ്കിളിനെ പറ്റി പഠിക്കുമ്പോൾ നോക്കിയാൽ എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ പ്രത്യേകതയായിട്ട് കാണാൻ പറ്റണേ? നമ്മളിപ്പോഴും നോക്കണ ആദ്യത്തെ കാര്യം എന്താ? വല്ല കോമൺ സൈഡ് ഉണ്ടോ, ഏതെങ്കിലും സൈഡ് അവർ ഷെയർ ചെയ്യുന്നുണ്ടോ എങ്കിൽ എളുപ്പമുണ്ട്. അപ്പം അങ്ങനെ ഒരു സൈഡ് ഉണ്ട്. ആരാത്? CD. CD ഈക്വൽ ടു CD. രണ്ടെണ്ണത്തിലുണ്ട് ഈ CD എന്ന് പറയുന്ന സൈഡ്. അപ്പം എന്താ എനിക്ക് കാരണം പറയാ? അവർ ഈക്വലാന്ന് പറയാൻ കാരണം എന്താ? കോമൺ സൈഡ്. ഇനി നമുക്ക് ആരെ പറ്റി പറയാം? ഈ ആംഗിളിനെ പറ്റി പറയാം അല്ലേ? ഈ C എന്ന് പറയുന്ന ആംഗിളിനെ പറ്റി പറയാൻ പാടില്ല, അവർ ഈക്വലാണ്. ആംഗിൾ ECD. ആംഗിൾ ECD ഈക്വൽ ടു ആംഗിൾ FCD. എന്തുകൊണ്ട് ഈക്വലാന്ന് പറഞ്ഞേ? കാരണം എന്താ? നമ്മുടെ ഈ ലൈൻ ആരാ? CD എന്ന് പറയുന്ന ലൈൻ ആരാ? ആംഗിൾ ബൈസെക്ടർ. കാരണം എന്താണ്? CD ഈസ് ആംഗിൾ ബൈസെക്ടർ. അതുകൊണ്ടാണ് പറയാൻ പറ്റുന്നത്. ഇനി ഏത് ആംഗിളിനെ കുറിച്ച് പറയാം? ഈ ആംഗിൾ ഇയും ഈ ആംഗിൾ F 90 ഡിഗ്രി അല്ലേ? കാരണം എന്താ? പെർപെൻഡിക്കുലർ ആണ്. നമ്മൾ ഹൈറ്റ് എടുത്തതല്ലേ?
ട്രയാങ്കിളുടെ. അപ്പം ട്രയാങ്കിളിന്റെ ഹൈറ്റ് എടുത്തതായതുകൊണ്ട് ഈ ആംഗിൾ 90 ഡിഗ്രിയാണ്, ഈ ആംഗിൾ 90 ഡിഗ്രിയാണ് നമുക്കറിയാം. അപ്പൊ ആംഗിൾ പറയുമ്പോൾ ആംഗിൾ CED ഈക്വൽ ടു ആംഗിൾ CFD ഈക്വൽ ടു 90 ഡിഗ്രി. കാരണം എന്താണ് നമ്മൾ എഴുതാ? പെർപെൻഡിക്കുലർ. അപ്പൊ ആ കാരണം കിട്ടി. അപ്പൊ നോക്കിയേ, ഒരു സൈഡ് 2 ആംഗിൾ. ഒരു ട്രയാങ്കിളിനെ സംബന്ധിച്ച് 2 ആംഗിൾ തുല്യമാണെങ്കിൽ മൂന്നാമത്തെ ആംഗിൾ തുല്യമാവേണ്ടി വരില്ലേ? കാരണം എന്താ? എന്തുകൊണ്ടാ വരണേ? തുല്യമാകാതെ പറ്റില്ല. എന്തുകൊണ്ട്? കാരണം ട്രയാങ്കിളിന്റെ എല്ലാ ട്രയാങ്കിളിന്റെയും എന്താ പ്രത്യേകത? ആംഗിൾ സം പ്രോപ്പർട്ടി. എല്ലാ വശത്തെ ആംഗിളും കൂടി കൂട്ടുമ്പോൾ 3 ആംഗിളും കൂടി കൂട്ടുമ്പോൾ എപ്പോഴും എത്രയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് രണ്ടുപേരും ഈക്വൽ ആണെങ്കിൽ, അതായത് ഒരെണ്ണം 50 ഒരെണ്ണം 60 ആണെങ്കിൽ പിന്നെ ബാക്കി എത്ര വരണേ? 50 60 കൂടി കൂട്ടിയാൽ 110. ബാക്കി എത്ര വരും? 70 വരുന്നുള്ളൂ. 70 ആകാതെ പറ്റില്ല വിന്നിങ് മോർക്ക്. ഓക്കെ, അപ്പൊ 90 വന്നു, 50 വന്നു, അപ്പൊ 140 ആയി. പിന്നെ മറ്റേ ആൾക്ക് 40 ആകാതിരിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് 2 ആംഗിൾ ഈക്വൽ ആണെങ്കിൽ മൂന്നാമത്തെ ആംഗിൾ സ്വാഭാവികമായിട്ടും ഈക്വൽ ആണെന്ന് പറയാം. അതുകൊണ്ട് നമുക്ക് ആരെ പറയാം? ആംഗിൾ EDC ഈക്വൽ ടു ആംഗിൾ CDF ഈക്വൽ ടു എത്രയാണെന്നറിയില്ല, ഈക്വൽ ആണെന്ന് പറയാം. കാരണം എന്തുകൊണ്ടാണ്? ആംഗിൾ സം പ്രോപ്പർട്ടി ഓഫ് ട്രയാങ്കിളിന്റെ ആംഗിൾ സം പ്രോപ്പർട്ടി വെച്ചിട്ട് അപ്പൊ ഈ മൂന്നാമത്തെ ആംഗിളും ഈക്വൽ ആണ്. അപ്പൊ ഒരു ട്രയാങ്കിളിന്റെ 3 ആംഗിൾസ് ഈക്വൽ ഉണ്ട്. അപ്പോൾ ഈ ട്രയാങ്കിളിന്റെ ട്രയാങ്കിൾ EDC ആൻഡ് EDFന്റെ ഒരു കോമൺ സൈഡ് ബാക്കി 3 ആംഗിൾസ് ഈക്വൽ. അത്രയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഈ 2 ട്രയാങ്കിൾസ് ഈക്വൽ ട്രയാങ്കിൾസ് ആണെന്ന് പറയാം, അല്ലേ? ഇതും ഈക്വൽ ട്രയാങ്കിൾസ് ആണെന്ന് പറയാം. ദാറ്റ് ഈസ് therefore നമ്മൾ ഇവരെ കുറിച്ചല്ലേ ചിന്തിച്ചുകൊണ്ടിരുന്നേ. therefore ട്രയാങ്കിൾ EDC ഈക്വൽ ടു ട്രയാങ്കിൾ FDC. എന്തുകൊണ്ടാണ്? 3 ആംഗിൾസ് ഈക്വൽ ആണ്, ഒരു സൈഡ് കോമണും ആണ്. അങ്ങനെയാണെങ്കിൽ എല്ലാ സൈഡും ഈക്വൽ ആയിരിക്കും. therefore ഇവർ ഈക്വൽ ആണ്. ഇവർ ഈക്വൽ ആണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ഈ ED ഈക്വൽ ടു EF എന്ന് കിട്ടുമല്ലോ. therefore ED ഈക്വൽ ടു EF. എന്തായിരുന്നു ED ഈക്വൽ ടു EF എന്ന് വെച്ചാൽ? EDയുടെ ലെങ്ത് എത്രയാ? H1. നമുക്ക് കിട്ടി H1 ഈക്വൽ ടു H2. നമ്മൾ ഇവിടെ ഓൾറെഡി 2 ഇത് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. H1 ഈക്വൽ ടു H2. നമുക്ക് അതിന് ഇക്വേഷൻ നമ്പർ 3 എന്ന് മാർക്ക് ചെയ്യാം. അപ്പൊ ഇക്വേഷൻ നമ്പർ 3ൽ എന്താ പറയുന്നത്? ഈ 2 ലെങ്ത്തും സെയിം തന്നെയാണ്. അങ്ങനെയാണ് H1ഉം H2ഉം സെയിം തന്നെ. നമുക്ക് അതിവിടെ എഴുതാം H1 ഈക്വൽ ടു H2. അപ്പൊ ഇതിനെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ തെളിയിച്ചതാണ് ഇത്രയും കാര്യങ്ങൾ കേട്ടോ. H1ഉം H2ഉം സെയിം ആണോ എന്നറിയാൻ വേണ്ടി നമ്മൾ നോക്കിയതാണ് ഇത്രയും കാര്യങ്ങൾ. അത് നമുക്ക് ഇക്വേഷൻ നമ്പർ 3 എന്ന് എഴുതാം. ഞാൻ ആ ഭാഗം വായിക്കാൻ പോവാം, അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ എഴുതിയിട്ട്. അപ്പം നമ്മൾ അത്രയും പ്രൂവ് ചെയ്തു. ഇനി നമുക്ക് നമ്മുടെ ബാക്കി പ്രൂഫിലേക്ക് വരാം. ഈ H1 H2വിനെ പറ്റി അറിഞ്ഞു കഴിഞ്ഞാലല്ലേ നമുക്കിനി ബാക്കി കാര്യം ചെയ്യാൻ പറ്റുള്ളൂ. സോ നമ്മൾ ഇത്രയും ഇനി മായ്ക്കുവാണ്. നമ്മൾ നമ്മുടെ പ്രൂഫ് കണ്ടിന്യൂ ചെയ്യാൻ പോവാണ്. ഞങ്ങളുടെ നോട്ടിലാകുമ്പോൾ നിങ്ങൾ മായ്ക്കണ്ട, എനിക്ക് സ്ഥലമില്ലാത്തതുകൊണ്ടാണ് ഞാൻ മായ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്ത് വന്നു? therefore from equation 1, 2 and 3 ഈ 1, 2, 3 ഇക്വേഷൻ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? ഏരിയ ഓഫ് ട്രയാങ്കിൾ ADC ഈസ് ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ BCD ഈക്വൽ ടു ഹാഫ് ഇൻറ്റു 4 ഇൻറ്റു H1 ആദ്യത്തെ ഇക്വേഷനിൽ ഈസ് ടു ഹാഫ് ഇൻറ്റു 5 ഇൻറ്റു H2 which implies half into 4 into H1 is to half into 5 into H1 എന്ന് തന്നെ എഴുതാലോ. കാരണം H1ഉം H2ഉം സെയിം തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? ഹാഫ് ക്യാൻസൽ ആയി പോവും, H1 ക്യാൻസൽ ആയി പോവും. അതിൽ നമുക്ക് എന്താ കിട്ടണേ? 4:5 എന്ന് കിട്ടും. ഇതേത് ഈ 4ഉം 5ഉം ഒക്കെ എവിടെയെങ്കിലും കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടോ? ആരാണ് നമ്മുടെ 4ഉം 5ഉം?
ഈ വശത്തിന്റെ എ സിയുടെ ലെങ്ത് ആയിരുന്നു 4 സെന്റിമീറ്റർ, ബി സിയുടെ ലെങ്ത് ആയിരുന്നു 5 സെന്റിമീറ്റർ അല്ലേ. അപ്പൊ ഇപ്പൊ എന്ത് കിട്ടി? നമ്മൾ സി എന്ന് പറയുന്ന വെർട്ടെക്സിന്റെ ആംഗിൾ ബൈസെക്ടർ വരച്ചുള്ളൂ. നമ്മൾ സി എന്ന് പറയുന്ന വെർട്ടെക്സിന്റെ ആംഗിൾ ബൈസെക്ടർ ആണ് വരച്ചത്. അപ്പൊ എന്താ കിട്ടിയത്? ഓപ്പോസിറ്റ് സൈഡ് ബേസ് ആയിട്ടുള്ള എ ബി ഇപ്പൊ ഏത് റേഷ്യോയിലാണ് കട്ടായിരിക്കണേ? മറ്റ് രണ്ട് വശങ്ങളുടെ ലെങ്ത് എത്രയാണോ ആ റേഷ്യോയിലാണ് കട്ടായിരിക്കുന്നത്. എന്താണ്? നമ്മൾ സി എന്ന് പറയുന്ന വെർട്ടെക്സിന്റെ ആംഗിൾ ബൈസെക്ടർ വരച്ചു, അത് എ ബിയിൽ ടച്ച് ചെയ്യുന്ന പോയിന്റ് ഡി. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഇപ്പൊ ഈ രണ്ട് വശങ്ങളും ഏത് റേഷ്യോയിലാണ് കട്ട് ചെയ്തേക്കണേന്ന് കിട്ടി? 4:5. ആ 4ഉം 5ഉം ആരാണ്? ദ ലെങ്ത് ഓഫ് എ സി ആൻഡ് സി ബി. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റിസൾട്ട് അല്ലേ? ഏതെങ്കിലും ഒരു ആംഗിളിന്റെ ബൈസെക്ടർ ഓപ്പോസിറ്റ് സൈഡിനെ കട്ട് ചെയ്യുമ്പോൾ അത് അവിടെ ഫോം ചെയ്യുന്ന ലെങ്ത് ഓഫ് ദ സൈഡ്സ് എന്താ വരുന്നത്? മറ്റ് രണ്ട് വശങ്ങളുടെ സൈഡിന്റെ ലെങ്ത് ആ റേഷ്യോയിലായിരിക്കും കട്ടാവുന്നത്. ഓക്കെ, അതാണ് അടുത്ത റിസൾട്ട് പറയണേ. അതാണ് നിങ്ങളുടെ പേജ് നമ്പർ 19 കൊടുത്തിരിക്കുന്ന റിസൾട്ട്. എന്താണ് പേജ് നമ്പർ 19 റിസൾട്ട്? വായിക്കുകയാണിത്. പേജ് നമ്പർ 19 അവർ പറയുന്നത്, ഇൻ എനി ട്രയാങ്കിൾ the bisector of an angle divides the opposite side in the ratio of the sides of the triangle. In the ratio of the sides of the triangle. ഇതാണ് പേജ് 19 ബോക്സിലാക്കി കൊടുത്തിരിക്കുന്ന റിസൾട്ട്. ഏതെങ്കിലും ഒരു ട്രയാങ്കിൾ നിങ്ങൾ എടുക്കുകയാണ്, അതിൻ്റെ ഏതെങ്കിലും ഒരു വെർട്ടെക്സിൽ നിന്ന് ഓപ്പോസിറ്റ് വെർട്ടെക്സിലേക്ക് വരയ്ക്കുന്ന ലൈൻ ഇതിങ്ങനെയാണ്. നമ്മളിപ്പോൾ എ ബി സി, സി എന്ന് പറയുന്ന ആംഗിളിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ് വരച്ചത്. പെർപെൻഡിക്കുലർ ബൈസെക്ടർ അല്ല, ആംഗിൾ ബൈസെക്ടർ കേട്ടോ. പെർപെൻഡിക്കുലർ ബൈസെക്ടർ അല്ല ആംഗിൾ, അതായത് ഈ ആംഗിൾ സെയിം ആയിരിക്കും. അത് ഇങ്ങനെ തന്നെ വരയ്ക്കണമെന്നൊന്നുമില്ല, സി തന്നെ വരയ്ക്കണമെന്നൊന്നുമില്ല. ഇപ്പം നിങ്ങൾ എയിൽ നിന്ന് വരച്ചു, ഏത് പറയുന്ന ആംഗിളിനെ ബൈസെക്ട് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ വരച്ചു. അപ്പോൾ നമുക്കിവിടെ രണ്ട് സൈഡ് ലെങ്ത് വരുമല്ലോ. ഇത് സി, ഇത് എ, ഇത് ബി. അപ്പൊ ഇവിടെ ഫോം ചെയ്യുന്ന ലെങ്തുകൾ ഉണ്ടല്ലോ, എക്സും വൈയും. ഈ ലെങ്ത് ആരുടെ ലെങ്തിനോട് ഈക്വൽ ആയിരിക്കും? ഈ എക്സും വൈ എന്നുള്ള ലെങ്തിനോട് സെയിം റേഷ്യോ കീപ്പ് ചെയ്യും. 4:5 നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റില്ല അല്ലേ? സെയിം റേഷ്യോ ആയിരിക്കും കേട്ടോ, റേഷ്യോയിലായിരിക്കും ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതാണ്. ഇപ്പൊ ഇവിടെ ആണെങ്കിൽ എന്ത് വന്നു? ഇത് എക്സും വൈയും, ഈ ലെങ്ത് എക്സും വൈ എന്നായിരുന്നു. അപ്പൊ ഈ ലെങ്ത്തും x:y റേഷ്യോയിൽ വന്നു. ഇത് x:y റേഷ്യോയിലാണെങ്കിൽ ഈ ഏത് പറയണതിന്റെ ആംഗിൾ ബൈസെക്ടർ കട്ട് ചെയ്യണ ഇതും ഏത് റേഷ്യോയിലായിരിക്കും? x:y റേഷ്യോയിലായിരിക്കും. അങ്ങനെ ഏത് ഈ ആംഗിളിൽ നിന്ന് വേണമെങ്കിലും നമുക്ക് വരയ്ക്കാം. മനസ്സിലായെന്ന് വിചാരിക്കണം. താങ്ക് യു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.